പ്രവാചകന്മാരുടെ പ്രവർത്തന പാതയിലൂടെ സ്മരിക്കപ്പെടുന്ന അമൂല്യമായ ഇബാദത്താണ് ഹജ്ജ്. അത് മഹാനായ ആദം നബിയിലൂടെ, മഹാനായ നൂഹ് നബിയിലൂടെ, മഹാനായ ഇസ്മായിൽ നബിയിലൂടെ, മഹാനായ ഇബ്രാഹിം നബിയിലൂടെ, മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്ത് പാഠമാകാൻ പറ്റുന്ന അത്ഭുതങ്ങളുടെ ഒന്നാം ഹജ്ജ്. ഹജറ ബീവിയിലൂടെ, ഹജറ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ, ആ മഹദിയിലൂടെയൊക്കെ സംസം എന്ന ഉറവ, അതുപോലെ ഹജറുൽ അസ്വദ് എന്ന അത്ഭുതമായ കല്ല്, അങ്ങനെ പറയേണ്ട എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങളുടെ ഇതിഹാസങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അടയാളങ്ങളും അഭിലാഷങ്ങളുമാണ്. ഇബാദത്തിന്റെ എല്ലാവിധമായ അടയാളങ്ങളും ഉന്നതമായ ഇശാറത്തുകളും ഉള്ളതാണ്. ഈ ഹജ്ജ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് തേജോജ്ജലിന്റെ ഉദാഹരണങ്ങളാണ്. സഹിയായാലും അതേ തവാഫായാലും ജംറകളിൽ കല്ലെറിയുന്നതായാലും അതുപോലെ തന്നെയുള്ളതായ അറഫ നൃത്തമായാലും ഇതെല്ലാം പ്രവാചകനിലൂടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാതെ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങേ വന്നുപോയ 1,24,000 അമ്പിയാക്കളും പ്രധാനപ്പെട്ട അമ്പിയാക്കളെല്ലാം 25 ഖുർആൻ പറഞ്ഞവരും എല്ലാവരും അത്ഭുതമായി തരുന്ന വല്ലാത്ത അമൂല്യമായ ഒരുപാട് മഹാന്മാരിലൂടെ അതേ തഖ്വയുണ്ടാക്കുന്ന അല്ലാഹു ബഹുമാനിച്ചതിനെയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. തഖ്വ വർദ്ധിക്കാൻ കാരണമാണെന്ന് ഖുർആൻ പറയുമ്പോൾ ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു സംഭവങ്ങളല്ല. നൂറ്റാണ്ടുകളുടെ ബന്ധങ്ങളും പഴക്കങ്ങളും തഴക്കങ്ങളും ബന്ധങ്ങളും ബന്ധസ്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അൽ ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിന്റെ കാര്യം മറന്നു പോവല്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽകു ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജാജിമാരതാ എല്ലാ സ്ഥലങ്ങളിലും എത്തപ്പെടുമ്പോൾ 1938 നടന്ന ഹജ്ജിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? തേജോജ്ജലമായ ഹജ്ജുകളാണ് നമുക്ക് മാതൃകയാക്കി പൗരത്വമാക്കി തന്നത്, ഉന്നതമാക്കി നൽകിയത്. അൽ ഹജ്ജ് മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം ഇല്ലൽ ജന്നത, സ്വർഗമല്ലാതെ വേറെ ഒന്നിനും അതിന് ലഭിക്കാനില്ല. എല്ലാവരുടെ ഹജ്ജ് അങ്ങനെയാകട്ടെ, ഉംറകളും അങ്ങനെ അല്ലാഹു ആക്കി മറിക്കട്ടെ. സയ്യിദനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം